ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ടു ഡബിൾ ഹെയർക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ വാഴ ടു ദ ബയോപിക് ഓഫ് എ വില്യൻ ബ്രോക്സ് എന്നാണ് പടത്തിന്റെ പേര്. പടം കണ്ട് വന്നിരിക്കുകയാണ്. അച്ഛാമര ഒരു രക്ഷയില്ല. ഒരു കിടിലൻ നമ്മുടെ ഹാഷിറാന്റെയും ഒരു കിടിലൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. റീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ടീമാണല്ല. ഒട്ടും ഇത്ര അധികം പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. പിന്നെ ഹാഷിറിൻ ടീം മാത്രമല്ല, നമ്മുടെ അമീനും ടീമും ഉണ്ട്, അവരുടെ ആ ഗ്യാങ്ങും, പിന്നെ സാബിർ ഷാജി എടുത്തു പറയേണ്ട മറ്റൊരു ഗ്യാങ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. സാബിർ ആ ഗ്യാങ്ങിന്റെ പറ്റി അവന്മാരും ഉണ്ട്. അവരുടെ ആ ഗ്യാങ് ഫുൾ ഗ്യാങ്ങും ഉണ്ട്. ഇതിന്റെ അത് എല്ലാരും കൂടി എത്തണമെങ്കിൽ ഒരു കിടിലൻ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ സമ്മാനിച്ച് ഒരു കിടിലൻ നമ്മുടെ ഇമോഷണലായിട്ട് നല്ലപോലെ കണക്ട് ആകുന്ന സീനും ഉണ്ട്. എന്നാലും നല്ലപോലെ വർക്കാവുന്ന കോമഡിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫ് ഒന്നും രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, നല്ലപോലെ ഒക്കെ റിലേറ്റ് ആവുന്ന ടൈപ്പ് കോമഡി ഒക്കെയാണ്. അതാണ് നമ്മളെ കൂടുതൽ എൻജോയ് ഇരിക്കാൻ കൂടി ചെയ്യും. അപ്പൊ ആ ടൈപ്പ് കോമഡിയൊക്കെ നല്ലപോലെ വർക്കായെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഫസ്റ്റിനെക്കാട്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വാഴ ഫസ്റ്റ് പാർട്ട് നമ്മളെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അടിപൊളി സിനിമ എന്നൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ, ജോമോന്റെ കോമഡി ആണെങ്കിലും നല്ലൊരു വർക്കായെന്നൊക്കെ പറയാം. അതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് അങ്ങനെയല്ല, മത്സരിച്ച് അഭിനയിച്ചെന്ന് പറഞ്ഞത് എല്ലാവരും തകർത്ത്. ആഷിറാൻ ടീമിന്റെ ആണെങ്കിലും അമീനും പിന്നെ സാബിർ അവന്മാരുടെ ടീമൊക്കെ ആണെങ്കിൽ ഒരു ഇടക്ക് വന്ന് പോയി നിൽക്കണമെന്നേ ഉള്ളൂ. മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷിന്റെ അലന്റെ ഹാഷിറാൻ ടീമിന്റെ മൊത്തം കഥയാണ് മെയിനായിട്ട് ഇത് സൂചിപ്പിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല എക്സ്പീരിയൻസ് തന്നെ സമ്മാനിച്ചു. നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത പടം കണ്ടത്. അത് നല്ല ഒരു ഫസ്റ്റ് ഷോ തന്നെയാണ് പോയത്. പിന്നെ എനിക്ക് തോന്നണത് ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുമാതിരി ഹൗസ്ഫുൾ ആയെന്ന് തന്നെ തോന്നണത്. ഒരു നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണാനും കൂടി പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടുള്ളത്. പടത്തിന് ഡയറക്ടർ സാമിൻ എസ് ആണ്. പുള്ളിയാക്കാരനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ബിബിൻ ദാസ് അറിയാല്ല. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യാനെന്ന് വെച്ചാൽ പടം. അപ്പൊ പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള, ഈ പുള്ളിക്കാരൻ അടുത്തറിയാവുന്ന ഒരാളും കൂടി ആയിട്ടുള്ള ഇങ്ങനെ കൊണ്ട് ചെയ്യിച്ചാന്നുള്ള രീതിയിൽ ജയിച്ചു തുടങ്ങിയ പടമാണ് ഫസ്റ്റ്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി അതിനെക്കാട്ട് കിടിലായിട്ട് ചെയ്ത് ബിപിൻ ദാസ്. അച്ഛന ഒരു രക്ഷയില്ലാത്ത പടം. അത് ഇവന്മാരെയൊക്കെ എല്ലാം ഈ സോഷ്യൽ മീഡിയ റീലും കാര്യങ്ങളൊക്കെ ചെയ്യണം അവരൊക്കെ എല്ലാരെയും ഒത്തിണക്കി ഒരു പടം ചെയ്യാൻ നിങ്ങൾക്ക് എടുത്തല്ല. അത് അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ ഒരു അവസരം അവർക്ക് കൊടുക്കാൻ സാധിച്ചല്ലെന്ന് ഓർത്ത്. അതിന് മെയിൻ പങ്കുവഹിക്കുന്ന ബിപിൻ ദാസ് നമ്മുടെ റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാം ആണെന്ന് പറഞ്ഞാൽ മതി പുള്ളിക്കാരൻ. പിന്നെ പടത്തില് കമ്പോസ് ചെയ്തിരിക്കുന്ന അൻകിത് മേനോൻ, സിനിമാറ്റോഗ്രാഫി അഖിൽ ലൈലാസുരൻ, എഡിറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൻ മോഹൻ, അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് രാഹുൽ, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അരുൺ എസ് മണി, വിഷ്ണു, ഇവരൊക്കെയാണ് ആർട്ട് വരുന്നത്. ഇതൊക്കെയാണ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് പടത്തിന്റെ. അതിൽ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മൾ മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പോ ആ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ആരൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ളതെങ്കിൽ ഇത് ഇടുവാണല്ല എന്നൊക്കെ രീതിയിൽ, അത് നമ്മളെ ഹാഷിറിൻ ടീമിന്റെ അല്ല കേട്ടോ, അവന്മാരെ പെർഫോമൻസിനെ പറ്റി പറയാം. അവന്മാർക്ക് ഇടുവാണ് രക്ഷയില്ല. പക്ഷെ അതല്ല, അതിന് മെയിൻ ആയിട്ട് കുറെ റോള് വേറെ ഉണ്ട്, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നല്ല ചൂസ് ചെയ്യണമെങ്കിൽ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞ ബിജുക്കുട്ടൻ, അത് നമ്മുടെ ആക്ടറാണ്. പുള്ളിക്കാരൻ നമ്മുടെ അമീന്റെ ആഷിന്റെ ടീമിന്റെ ഒരാളുടെ അച്ഛനായിട്ടാണ് വന്നത്. അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ബാബു, എന്റെ മുന്നേ ഒരു സാറായിട്ടാണ്. നമ്മൾക്ക് ഒട്ടുമിക്ക പേര് സ്കൂൾ ലൈഫിലും കാണാം അങ്ങനത്തെ ഒരു സാറ്. ആ സാറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ല കിടിലൻ ഒരു പെർഫോമൻസ് ആണ് വിജയ് ബാബുവിന്റെ ഭാഗത്ത്. പിന്നെ വണ്ണാനുള്ളി അൽഫോൻസ് പുത്രൻ, മച്ചാൻ വന്നൊരു വിളിയുണ്ട്, ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാ. ഒരു ക്ലാസ് കൂടിയിട്ട് ടീച്ചർമാരെ എല്ലാവരും അലക്കെന്ന് പറഞ്ഞാൽ അത് കിടിലൻ. എനിക്കറിയാൻ വന്ന സ്ക്രീന് വന്നിരിക്കുമ്പോ തൊട്ട് എന്റെ കാറിലും കയറി വിസിലടി. അമ്മാര് പെർഫോമൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അതായത് ഈ ഹാഷിറാൻ ടീമിന്റെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവര് കഴിഞ്ഞിട്ട് അത് നമ്മള്
മറ്റു ക്യാരക്ടറിനൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാരും കൂടി വന്നുകൊണ്ടാണല്ലോ അത്രയും ഒരു കിടിലൻ സിനിമയും കൂടി വർക്ക് ആകുന്നത്. അപ്പൊ അതില് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വർക്ക് ആയത് അല്ലെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ആൽഫോൻസ് പുത്രൻ കാഴ്ചവെച്ചിരിക്കുന്ന ക്യാരക്ടർ. ഒരു കിടിലൻ ക്യാരക്ടർ, ഒരു പോലീസുകാരുടെ ഗെറ്റപ്പിലൊക്കെയാണ് ആളെ അടിപൊളിയാണ്, രക്ഷയില്ലെന്ന് തന്നെ പറയാം. അത് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവുക എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുധീഷും അത്യാവശ്യം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, ആള് കൊള്ളാം. ഒരു എടുത്തു പറയേണ്ട ക്യാരക്ടർ ഇവർ രണ്ടുപേരും എനിക്ക് നല്ലപോലെ വർക്കായ. ഇവരുടെ ഹാഷ്ന ടീമിന്റെ അല്ല, അവരെ നോക്കിയിട്ടല്ല ഞാൻ പറയണത്. അവരെ നോക്കിയാണെങ്കിൽ ഇവരെന്നെ പറയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഈ ഇവരല്ലാണ്ട് ഇവരുടെ ഒപ്പം നിന്ന് അഭിനയിച്ച അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നവര് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോ ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര കണക്ട് ആന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് സംബന്ധിച്ചത്. പിന്നെ ഹാഷറാൻ ടീമിനെ പറ്റി പറയാനുള്ളത്, പിന്നെ കുഞ്ഞു ബ്രോ, നിങ്ങൾ ഈ റീൽസിലൊക്കെ കണ്ട് നോർമലി കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന ഇത്ര ഇമോഷണൽ സീനൊക്കെ വരുമ്പോ നമുക്ക് ശരിക്കൊരു ഫീല് തോന്നി. കണ്ണൊക്കെ നിറഞ്ഞു പോണ സിനിമ ശരിക്കും നമ്മളെ തിയേറ്ററിൽ നിന്ന് കണ്ണൊക്കെ ശരിക്കും നിറഞ്ഞ് കരഞ്ഞവരെ ഞാൻ കണ്ടാ ശ്രദ്ധിച്ചറിഞ്ഞ പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു ഫീൽ എനിക്കും തോന്നിയേട്ടാ. അത്രത്തോളം നിങ്ങള് അഭിനയം എന്ന് പറയാൻ പറ്റും, ജീവിച്ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടില അഭിനയമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. അപ്പൊ ബാക്കിയുള്ളവരുണ്ട് ആമീന്റെ ടീമിന്റെ അവര് കുറച്ച് റോള്, ഇവരാണല്ലോ മെയിൻ കഥാപാത്രങ്ങൾ. അപ്പൊ അവര് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് പോകുന്നുണ്ട്. എന്നാലും കൊള്ളാം, അവരും നല്ല കൊടുത്ത റോള് അടിപൊളിയായിട്ട് മെനയായിട്ട് തന്നെ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇനിയും കുറെ പേരുണ്ട്, എല്ലാരെയും പറ്റി അടിപൊളി അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. പടം മസ്റ്റ് വായിച്ചെന്ന് തന്നെ പറയാം. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ വർക്കായി. ഒരു കിടിലെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കും. അത് ഫസ്റ്റിനെക്കാട്ടും ഉണ്ടാന്ന് വെച്ചാൽ ഫസ്റ്റിനെക്കാട്ടും ഉണ്ട് കാര്യം. എനിക്ക് ഫസ്റ്റിനെക്കാട്ടും നല്ലപോലെ വർക്കായി എലമെന്റ്സ് ഇതിന്റെ അകത്ത് എനിക്ക് കൂടുതലാണ്. അതിന്റെ അകത്ത് വന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ വേറെ ആൾക്കാരുടെ കഥയാണ് പറയണത്. ഇതിന്റെ അകത്ത് ഫസ്റ്റിന്റെ അകത്ത് മറ്റൊരു കാറ്റഗറിപ്പെട്ട ടീമിന്റെ ഇവര് വേറെ കാറ്റഗറിപ്പെട്ട. പക്ഷെ അതിനൊക്കെ വെച്ചിട്ട് ഡോസ് കൂടുതലാണെന്ന് വെച്ചാൽ ഡോസ് കൂടുതലാണ്, എന്നാലും ഡോസ് കൂടുതലാണ്. അടിപൊളിയാണ്. അത് കിടില എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് തിയേറ്റർ തന്നെ വാച്ച് ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ.